എനിക്ക് കൊടുക്കാണ്ട് പോയ മോൻ എൻ്റെ കുട്ടന മറിയരുതട്ടാ. ഇല്ല 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 അവിടെ കാരണം ഈ വന്യജീവി മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തിൽ ആന ചവിട്ടി കൊല്ലുന്നത് തുടർച്ചയായി മാറുകയാണ്. ഗവൺമെൻറ് നിസ്സംഗരായിരിക്കുകയാണ്, ഒരു കാര്യവും ചെയ്യുന്നില്ല. വന്യജീവികളുടെ ആക്രമണവും പുതിയ വനനിയമത്തിനുണ്ടാകാൻ പോകുന്ന ഭേദഗതിയും വലിയൊരു അരക്ഷിതത്വ ബോധം ആ മേഖലയിലുള്ള ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവും. അവിടെ പോലീസും ഫോറസ്റ്റും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും വളരെ നയപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അതിനു പകരം ആ സമരത്തിന് MLAക്ക് സമരത്തിന് നേതൃത്വം കൊടുക്കാതിരിക്കാൻ പറ്റുമോ? MLAയുടെ നിയോജക മണ്ഡലത്തിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്ന് വലിയ സംഘർഷം നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കൂടെയല്ലേ നിൽക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ പേരിൽ ജാമ്യമില്ലാത്ത കേസെടുത്ത് MLAയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നു, ഇത് കേരളമാണ്. ഈ 12-ാം തീയതി ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഈ PV അൻവറിന്റെ മുന്നണി പ്രവേശനം അടക്കം ചർച്ച ചെയ്യുമോ? അതിന് എളുപ്പത്തിലുണ്ടാകുമോ? രാഷ്ട്രീയകാര്യ സമിതി യോഗം അത് ചർച്ച ചെയ്യില്ല. അത് പിന്നീട് അത് രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനം. അതും ഇന്നലെ ഉണ്ടായ സംഭവമായിട്ട് യാതൊരു ബന്ധമില്ല. സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് ഇപ്പോൾ ഉള്ളത്. ആരെ സ്വാഗതം ചെയ്ത്? UDF അല്ലേ തീരുമാനിക്കേണ്ടത്. UDF ഒരു കക്ഷി എടുക്കണമെങ്കിൽ UDF ആണ് തീരുമാനിക്കേണ്ടത്. അതിൻ്റെ അകത്ത് UDFന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. ആ തീരുമാനം ഘടകകക്ഷികളെ അറിയിക്കണം. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതിൻ്റെ സമയമായിട്ടില്ല. സമയമാകുമ്പോൾ ആലോചിക്കും. അല്ല, MLA അടിച്ചു തകർത്തൊന്നുമില്ലല്ലോ. MLA അടിച്ചു തകർത്തായിട്ടുള്ള വിഷ്വൽ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? PV അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അനൗപചാരിക ചർച്ചകൾ നടന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി അടക്കം പറയുന്നുണ്ട്. അടുത്ത UDF യോഗത്തിൽ കൃത്യമായി ചർച്ച ചെയ്യുന്നു. എനിക്കറിയില്ല, ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ UDFന്റെ ചെയർമാനാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സംഭാഷണവും നടത്തിയിട്ടില്ല. ഒരാളെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ UDF നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. അല്ലല്ല, ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നിങ്ങൾ കോതമംഗലത്തും കുട്ടമ്പുഴയിലും സംസ്ഥാനത്തുടനീളം കോൺഗ്രസും UDFും ആ പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ്. കഴിഞ്ഞ UDF യോഗം മലയോര ജാഥ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ്. വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം, ആ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയൊരു സമരത്തിന് UDF രൂപം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് കഴിഞ്ഞ UDF യോഗം. ആ കോഴ്സിന് വേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും പിന്തുണയ്ക്കും. അങ്ങേക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ച ഒരാളാണ് അൻവർ. അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ ഇത്. ആരായാലും ഇപ്പം എനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ആളെ രാത്രി പാതിരാത്രിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ അത്തരക്കാരനല്ല. എന്നെ വിമർശിച്ച ഒരാളെ അത് ശരിയായിരിക്കും, അദ്ദേഹത്തിന് അത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ആളെ ഒരു MLA രാത്രി വീട്ടിൽ കയറി 120 പോലീസുകാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് സാഹചര്യം ഉണ്ടായത്? എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? അവിടെ പോലീസ് പറഞ്ഞാൽ മതിയല്ലോ, താങ്കൾക്ക് പേരിൽ കേസ് എടുത്തിട്ടുണ്ട്, താങ്കൾ ഒരു നോട്ടീസ് കൊടുത്ത് നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം, അല്ലെങ്കിൽ കോടതി പോയി ജാമ്യം എടുക്കുക, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാകുക. എന്തെല്ലാം വഴികളുണ്ട്. ഞാൻ ഇവിടെ ആ നിയമസഭ മുഴുവൻ തല്ലി തകർത്ത മന്ത്രി ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള, MLAമാർ ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള. അവരെ ആരെ അറസ്റ്റ് ചെയ്തില്ലല്ലോ. സർക്കാരിൻ്റെ കാശും മുടക്കി നിയമസഭ ഈ ലോകം മുഴുവൻ കണ്ടാണല്ലോ നിയമസഭ തല്ലി തകർക്കുന്നത്. ഈ അൻവർ തല്ലി തകർക്കാനൊന്നും പോയില്ലല്ലോ. തല്ലി തകർത്ത ആളുകളെ സംരക്ഷിച്ച പാർട്ടിയല്ലേ ഇത്. അതുപോലെ ഇപ്പോൾ 2 കൊച്ചുങ്ങളെ അല്ലേ, 2 മക്കളെ കൊന്ന ഈ പ്രതികളെ, കൊടും ക്രിമിനലുകളെ ജയിലിൻ്റെ മുമ്പിൽ നിന്ന് അഭിവാദ്യം അർപ്പിച്ച് സ്വീകരിക്കുന്നൊരു പാർട്ടിയാണ്. എന്തൊരു പാർട്ടിയാണിത്? കൊല്ലാനും കൊല ചെയ്യാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന അപരിഷ്കൃതരുടെ കൂട്ടമാണ് CPM എന്ന് പറയുന്നത്. കൊന്നവനെ സംരക്ഷിക്കാൻ നമ്മുടെ നികുതി പണം എടുത്ത് വക്കീലന്മാരെ കൊണ്ടുവരുന്ന പാർട്ടിയും ഗവൺമെൻറ്റുമാണ് കേരളം ഭരിക്കുന്നത്. 2 കുഞ്ഞുങ്ങളെ, 2 കുടുംബത്തിൻ്റെ പ്രതീക്ഷയായ 2 ചെറുപ്പക്കാരെ ക്രൂരമായി വെട്ടിക്കൊന്നതിന് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച പ്രതികളെ ജയിലിൻ്റെ മുമ്പിൽ ചെന്ന് സ്വീകരിച്ച് ആനയിക്കുക. അതൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ ജയിൽ ഉപദേശക സമിതി അംഗത്തിൽ നിന്ന് ആ P. ജയരാജനെ പുറത്താക്കണം.
ഈ പാർട്ടിക്ക് നാണമില്ലേ? ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഇവർ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഈ നൂറ്റാണ്ടിലാണോ ഇവർ ജീവിക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞതുപോലെ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള നാണക്കേടാണിത്. കേരളത്തിന് അപമാനമാണ്. ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികളെ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ ജയിലിന്റെ മുമ്പിൽ ചെന്ന് അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കുക. എന്താ സ്ഥിതി കേരളത്തിന്റെ? ഇവരാണോ കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്താൻ പോകുന്നത്? അതാണോ ചെയ്യാൻ പോകുന്നത്? എന്തൊരു കൂട്ടക്കൊലയാണ് ചെയ്തത്. എന്നിട്ട് ആ പ്രതികൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുക. പാർട്ടി ചെന്ന് എല്ലാ സംവിധാനം ചെയ്ത് കൊടുക്കുക. ആ ജയിലിൽ AC മുറിയാക്കി കൊടുക്കുക. AC മുറിയാക്കി കൊടുക്കുക. നമ്മുടെ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് എല്ലാ സൗകര്യവും ഉണ്ടല്ലോ. ലേറ്റസ്റ്റ് ഫോണും അവരിഷ്ടപ്പെടുന്ന ഭക്ഷണവും മദ്യവും സിഗരറ്റും എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ VIP ട്രീറ്റ്മെന്റാണ് ഈ കൊലക്കേസിലെ പ്രതികൾക്ക് കൊടുക്കുന്നത്. ഇതിനൊക്കെ ജനം ചോദിക്കാനുള്ള സമയം വരെയാണ്. ഞാൻ അതൊക്കെ വരുമ്പോൾ നിങ്ങളെ അറിയിക്കാം. അത് നേരത്തെ മുൻകൂട്ടി പറയേണ്ട ആവശ്യമെന്താ? നമ്മൾ പറഞ്ഞില്ലേ, ഞങ്ങൾ UDFന്റെ അടിത്തറ ഞങ്ങൾ വിപുലപ്പെടുത്തും. അതെങ്ങനെ വേണം, എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. ദയവ് ചെയ്ത് മാധ്യമങ്ങളായ നിങ്ങൾ തന്നെ, നിങ്ങൾ ഓരോരുത്തരെ രാവിലെ UDFൽ എടുക്കുക, എന്നിട്ട് ഉച്ചയാകുമ്പോൾ വന്ന് UDF ചെയർമാനായി എന്നോട് ചോദിക്കുക എന്തായി എന്ന് ചോദിക്കുക. പ്ലീസ്. ഈ ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഒറ്റ കാര്യം, ഈ ജമാഅത്ത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട് സാദിഖലി തങ്ങളുടേതായ ഒരു പ്രസ്ഥാനം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഈ അവരായിട്ട് പണ്ടേ ബന്ധമുണ്ടെന്നുള്ള തരത്തില് മുന്നണിക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നും അത് നിഷേധിക്കേണ്ട കാര്യമില്ല. അതല്ലല്ലോ ഈ മന്ത്രിസഭയിലെ ഒരു അംഗമല്ലേ പറഞ്ഞത് അവരുടെ വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. അതിനാദ്യം പിണറായി വിജയൻ മറുപടി പറയട്ടെ. അല്ലല്ലേ, ഈ മന്ത്രിസഭയിലെ ഒരു അംഗം അബ്ദുൾ റഹ്മാൻ ജയിച്ചത് SDPIയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും പിന്തുണ കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ. അതിനാദ്യം പിണറായി വിജയനും MV ഗോവിന്ദനും മറുപടി പറയട്ടെ. ഇത് നിങ്ങൾക്കറിയാൻ പോലെ 3 ദശാബ്ദകാലം ജമാഅത്ത് ഇസ്ലാമി CPMന്റെ കൂടെയല്ലായിരുന്നോ? ഞാനിവിടെ ഇവിടെ നിൽക്കുന്ന എൻ്റെ പ്രവർത്തകരും സഹപ്രവർത്തകരും അല്ലാത്ത പാർട്ടിക്കാരും ഒക്കെ ഉണ്ട്. ചോദിക്കുക, ഞാൻ മത്സരിച്ച 5 തെരഞ്ഞെടുപ്പിലും ജമാഅത്ത് ഇസ്ലാമി LDF സ്ഥാനാർത്ഥിയുടെ കൂടെയായിരുന്നു. അന്ന് നിങ്ങളാരും ചോദ്യം ചോദിച്ചില്ല. അപ്പം നിങ്ങളുടെ കൂടെ നിന്നാൽ, CPMന്റെ കൂടെ നിന്നാൽ മതേതരവാദികൾ, CPMനെതിരായാൽ വർഗീയവാദികൾ, അതെന്ത് പരിപാടിയാണ്? ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയും UDFൽ എത്തിക്കാനുള്ള നീക്കമുണ്ട് എന്നർത്ഥത്തിൽ വാർത്തകളുണ്ട്. എന്തെങ്കിലും സാധ്യതകളുണ്ട്? ഞാൻ പറഞ്ഞ അതൊക്കെ സമയമാകുമ്പോൾ നിങ്ങളോടെല്ലാം പറയാം. സമയമാകുമ്പോൾ പറയും. ഇപ്പം നിങ്ങൾ ഓരോരുത്തരെ പാർട്ടിയിലെടുക്കുകയാണ്. അപ്പം ഞാനിത് വാർത്ത കണ്ടിട്ടാണ് അറിയണത്. അൻവറിനെ നിങ്ങൾ UDFൽ എടുത്തു, കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് നിങ്ങൾ UDFൽ എടുത്തു, ജമാഅത്ത് ഇസ്ലാമിയെ നിങ്ങൾ UDFൽ എടുത്തു. ഓരോന്നിലും ഓരോ വാർത്ത വരികയാണ്. അപ്പോൾ UDF ചെയർമാനായ എന്നോടെങ്കിലും ഒന്ന് പറയണ്ടേ? ഞാൻ ഇത് കണ്ടിട്ട് എന്താ നിങ്ങൾ അതിൻ്റെ എന്നോട് ചോദിക്കുക എന്താണ് പരിപാടി? നിങ്ങൾ എല്ലാ ദിവസവും എടുത്തുകൊണ്ടിരിക്കുക. അതിനൊക്കെ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളോട് പറയുകയും ചെയ്യും. അത് കോടതിയുടെ ഉത്തരവാണ്. CBI അന്വേഷണം വേണ്ട, പക്ഷേ പോലീസ് അന്വേഷണം കൃത്യമായും സുതാര്യമായും ഭംഗിയായി നടത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അവർ കുടുംബം അതിനതൊരു നീതി കിട്ടിയില്ല എന്നുള്ളൊരു വിചാരമുണ്ട്. കേരള പോലീസിൻ്റെ കയ്യിൽ നിന്ന് നീതി കിട്ടുമെന്ന് അവർക്കും പ്രതീക്ഷയില്ല, ഞങ്ങൾക്കും പ്രതീക്ഷയില്ല. എന്തായാലും കോടതി അവർക്ക് അനുകൂലമായി വിധി കൊടുത്തിട്ടില്ല. അവർ അപ്പീലും മറ്റു നടപടികളുമായിട്ട് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുപോലെ ഈ നവീൻ ബാബു കേസിലെ പ്രതിയെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് ജയിലിൽ പോയിട്ട് സ്വീകരിച്ചത്. എന്തു പാർട്ടിയാണിത്? നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു, MV ഗോവിന്ദൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, കുടുംബത്തിന്റെ കൂടെയാന്ന് പറഞ്ഞു. എന്നിട്ട് ആ കേസിലെ പ്രതി ജയിലിൽ നിന്ന് ഇറക്കിയപ്പോൾ ഭാര്യയെ വിട്ട് സ്വീകരിക്കാൻ MV ഗോവിന്ദൻ. എന്തൊരു പാർട്ടിയാണ്!